കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ്. അത് പൂർണ്ണമായി പണം കൊടുത്ത് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 3 കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പിന്നീട് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ചരക്ക് നീക്കത്തിന് 2026 ഓഗസ്റ്റ് 18 തുടക്കം കുറിക്കുകയാണ്. ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റും മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളുടേതായിരുന്നു. തുറമുഖത്തിൻ്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിൽ തിരുവനന്തപുരത്ത് CFS സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഇപ്പോൾ ലോകസഭ പാസ്സാക്കിയ ഒരു നിയമം, അത് കേരളത്തെ ഗൗരവതരമായി ബാധിക്കുകയാണ്. ദ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് അമെൻമെൻറ്റ് ബിൽ 2026. അത് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതും ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധവുമാണ്. ഖനന നിയമ ഭേദഗതിയുടെ പേരിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 18ാം ഇനമായി വരുന്ന ഭൂമിയുടെ അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നുള്ള നീക്കമാണ്. നാളിതുവരെ ഖനന പാട്ടം നൽകുന്നതിനും അതിനായി സംസ്ഥാന സർക്കാരിന് റോയൽറ്റി, ഇതര ഫീസുകൾ എന്നിവ നിശ്ചയിക്കാനും അധികാരമുണ്ട്. ഭൂമി പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റിലെ ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ 18ൽ ഉൾപ്പെട്ടു വരുന്നതാണ്. ഭൂമി സംബന്ധിച്ച പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലാണ്. അപ്പോൾ അതൊരു ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായൊരു നിയമമാണ്. ഇത് കേരളത്തിനെയും വളരെ ഗൗരവതരമായി നമ്മൾ ബാധിക്കും. തീരദേശവും വനവും പോലും ഒഴിവാക്കാതെയാണ് മിനറൽ ബെയറിംഗ് ലാൻഡ് എന്ന നിർവചനത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുന്നതിനായിട്ടുള്ള ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അതിശക്തമായിട്ട് എതിർക്കാൻ ഉള്ള തീരുമാനമാണ് സംസ്ഥാനത്തിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ ആ പ്രതിഷേധവും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.